വിഷു ഹാപ്പി വിഷു. നമുക്ക് അവരോടൊരു കാര്യം പറയണ്ടല്ലേ? എങ്ങനെ ചെയ്യുന്ന എല്ലാരും ഒന്നും ഉറങ്ങല്ലേ ചെയ്യാ. പക്ഷെ എന്ത് ചെയ്യാനാ, നമുക്കിവിടെ വർക്കിന് പോയേ പറ്റും. രാവിലെ സമയം 5 മണി. രാവിലെ എന്ന് പറയുമ്പോൾ വിഷുവിൻ്റെ അന്ന് രാവിലെയാണ്. ഞാൻ ആദ്യം നീറ്റ് വിളക്കൊക്കെ വെച്ചു. ദീപക്കിനെ കൊടുന്ന് കണി കാണിക്കുകയാണ് കേട്ടോ. കണിയെല്ലാം തലേദിവസം ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുക്കി വെച്ചെങ്കിലും നമ്മൾ വിളക്കൊക്കെ രാവിലെ നീറ്റിട്ട് വേണ്ടേ കത്തിക്കുക. അപ്പം ഞാൻ ആദ്യം നീറ്റ് വിളക്കൊക്കെ വെച്ചു. ദീപകിനെ പോയി വിളിക്കുകയാണ് ചെയ്തത്. ഇതുവരെ എൻ്റെ ജീവിതത്തിൽ എന്താ നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ പോയി വിളക്ക് വയ്ക്കും, കണി എല്ലാം റെഡിയാക്കിയിട്ട് കണ്ണുപൊത്തി വന്ന് കാണലായിരുന്നു. ഇപ്പം അതെല്ലാം മാറി. ഓക്കെ, എന്തായാലും ഞങ്ങൾ ഒരുമിച്ചിട്ടുള്ള ഫസ്റ്റ് വിഷു ആണ് ഇത്തവണത്തെ. അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ പറയുക, അതിൻ്റെ ആ ഒരു സന്തോഷവും എക്സൈറ്റ്മെൻറ്റ് എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഈ വ്ളോഗിലൊരു സസ്പെൻസും കൂടി ഉണ്ട്, അത് നമ്മൾ പറയാം. അപ്പോൾ ഇൻട്രോയിലേക്ക് കിടക്കാം അല്ലേ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും ഹാപ്പി അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ സ്പെഷ്യൽ വ്ളോഗാണ്, വിഷുവിൻ്റെ വ്ളോഗാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പോൾ കണി കണ്ടൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇപ്പം ഒരു 8 മണി ആയിട്ടുണ്ട്. അവിടെ ഒരാളിരുന്ന് ഹാപ്പി വിഷു പറയാം കേട്ടോ. നമുക്ക് അതൊരു ശല്യമായല്ലോ. ഓക്കെ, നമ്മളെ കടി ഇതാ മോർണിംഗിൽ ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടാവും, കാണിച്ചു തരാം. ദീപക്കാണ് കേട്ടോ സാധനങ്ങളൊക്കെ പോയി വാങ്ങിയത്. എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു, അപ്പോൾ ആളെന്നെ വിളിച്ച് എന്തൊക്കെ വേണം ചോദിച്ച് അങ്ങനെ വാങ്ങിയതാണ്. എന്തായാലും അത്യാവശ്യം കുറേയൊക്കെ കിട്ടി, സാധനങ്ങളെല്ലാം കിട്ടി. അതുകൊണ്ട് നല്ല രീതി, കുഴപ്പമില്ലാത്ത രീതി ഒരുക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മളെ കണി. പിന്നെ ഇനി നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. ഇപ്പം സമയം ഞാൻ പറഞ്ഞല്ലോ 8 മണി ആയിട്ടുണ്ട്. നമ്മൾ കണി കണ്ട് കിടന്നിട്ട് ഉറങ്ങിയില്ല, ജസ്റ്റ് എല്ലാവർക്കും മെസ്സേജിന് റിപ്ലൈ കൊടുക്കാനും മെസ്സേജ് അയക്കാനൊക്കെ നിന്നു. അത് കഴിഞ്ഞ് പിന്നെ അത് 8 മണി ആയപ്പോഴാണ് ബെഡിൽ നിന്ന് നീച്ചത്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, കുളിക്കണം ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ വേഗം പോയി കുളിച്ച് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഒരു ഫെസ്റ്റിവൽ ആയിക്കഴിഞ്ഞാൽ സാധാരണ പുട്ടും പഴവും ആണല്ലോ. അപ്പോൾ ഞാൻ ഇന്നും പുട്ടും പഴവും അതുപോലെ കടലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ആ ഒരു തത്രപ്പാടിലാണ് കേട്ടോ. പിന്നെ പറയാൻ വന്നു, ഇന്ന് നമുക്ക് വർക്കിംഗ് ഡേ ആണ് കേട്ടോ. അപ്പോൾ ദീപക് ഹാഫ് ഡേ ലീവ് എടുത്തു. എൻ്റെ ഷിഫ്റ്റ് വരുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ്. അപ്പോൾ എന്തായാലും വർക്കിന് പോകണം. പുട്ട്, കടലക്കറി, പഴം മുഴുകിയത്. ഓക്കെ, ചായ. എങ്ങനെയുണ്ട് ദീപക് വിഷു? ഹാപ്പി വിഷു. ഹാപ്പി വിഷു അറിയൂ. ഓക്കെ, അപ്പം ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ നിങ്ങളത് പറയാൻ മറന്നു, ഇന്ന് വർക്കിംഗ് ഡേ ആണ്. ഞാൻ വോയിസ് ഓവറിൽ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എന്താ പറയുക, 3 മണിക്കാണ് വർക്ക് പോകണം. പിന്നെ ദീപക് ഹാഫ് ഡേ ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ സദ്യ നമ്മൾ ഓർഡറിങ് ആണ്, കാരണം 2 പേർക്ക് മാത്രമായിട്ട് ഫുഡ് ഉണ്ടാക്കണ്ടല്ലോ. ഞാനത് നീ എവിടെന്നാണ് വന്ന മരഭൂതമേ കഴിക്കാൻ വേണ്ടി പോവാണ്. എന്തായാലും ഒരു ഫസ്റ്റിലൊക്കെ ആകുമ്പോൾ പുട്ടും പഴവും, അപ്പം അതിൻ്റെ ഒരു സുഖം വേറെ. പിന്നെ എന്തായാലും ഒക്കെ ശരിയാവാനായിട്ടോ, ചെറിയൊരു തലവേദനയൊക്കെ ഉണ്ട്, പക്ഷേ ഓക്കെയാണ്. പിന്നെന്താ, അപ്പോൾ ഞങ്ങൾ കഴിക്കണതിൻ്റെ കൂടെ വീട്ടിലേക്കൊക്കെ ഒന്ന് വിളിക്കണം. അതുകൊണ്ട് ഞാൻ റെക്കോർഡ് ചെയ്യുന്നില്ല. അപ്പോൾ കഴിച്ചു കഴിഞ്ഞാണ്. ഓക്കെ, അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു, വീട്ടിലെല്ലാം വിളിച്ചു, അവരോടൊക്കെ വിഷു ആശംസകൾ പറഞ്ഞു. പിന്നെ നേരെ നമുക്ക് ഒരുങ്ങിക്കഴിഞ്ഞ് ഫോട്ടോ എടുക്കണം, അത് നിർബന്ധമാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഗൈസ്, അപ്പം ഒരുങ്ങിയിട്ടുണ്ട്. കുറച്ച് സമയം കൂടെ ഉള്ളൂ നമുക്ക് ഇവിടെ. 3 മണിക്ക് എനിക്ക് വർക്കുണ്ട്. അപ്പം കുറച്ച് ഫോട്ടോസ് പ്രാധാന്യമാണല്ലോ നമുക്ക് എടുക്കണം. യെസ് ദീപക്, നമുക്ക് അവരോടൊരു കാര്യം പറയണ്ടല്ലേ? യെസ്, 1-ാം തീയതി തന്നെ പറയാം. നമ്മൾ ഏറെക്കുറെ മോണിറ്റൈസേഷനായി. അപ്പോൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കുറേ കാര്യങ്ങൾ നിങ്ങളടുത്ത് പറയാനുണ്ട്. കാരണം നിങ്ങളോടാണല്ലോ പറയാനുള്ളത്, ഇവരാണ് നമ്മൾ സപ്പോർട്ട് ചെയ്തത്. അപ്പം അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വ്ളോഗ് ഞാൻ ചെയ്യാം. കാരണം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് ആക്കാനുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ എന്തായാലും വ്ളോഗ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ മുന്നേ എനിക്ക് ഈ വ്ളോഗും അതുപോലെ അബുദാബി ടെമ്പിളിൽ പോയ വ്ളോഗൊക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുണ്ട്. ടൈമിൻ്റെ ചെറിയ പ്രശ്നമാണ്. അപ്പോൾ ഇപ്പം നമ്മളൊരു ഫാമിലി ആയിട്ടുണ്ട് ഏറെക്കുറെ അല്ലേ, നമുക്ക് അല്ലേ 1.5K സബ്സ്ക്രൈബേഴ്സും പിന്നെ വാച്ചേഴ്സും ഒക്കെ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മളിപ്പോൾ സദ്യക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം. സ്വാഭാവികം, നല്ലത് കിട്ടുമോയെന്ന് അറിയില്ല. അപ്പോൾ മൺഡേ ആയതുകൊണ്ട് ഒരു ചെറിയ രീതിയിൽ നമുക്ക് വിഷു ഒക്കെ ആഘോഷിക്കാൻ പറ്റി അല്ലേ. നമ്മളെ ഫസ്റ്റ് വിഷു ആണ്, അതും കൂടി പറയാറുണ്ട്. രണ്ടാമത്തെ വിഷു ആണ്. പക്ഷെ ഫസ്റ്റ് വിഷു നമ്മൾ ഒരുമിച്ച് ഫസ്റ്റ് വിഷു. കാരണം കഴിഞ്ഞ വിഷു ഞാൻ നാട്ടിലായിരുന്നു.
അപ്പോൾ ആദ്യമായിട്ടാണ് വീട്ടിൽ നിന്ന് ഇങ്ങനെ വിട്ടു നിന്നിട്ടുള്ള വിഷുവൊക്കെ. ഫോട്ടോ എടുക്കാൻ പോയപ്പോൾ ഏതാണ്ട് അരമണിക്കൂറോളം നമ്മൾ ഫോട്ടോ എടുത്തു. കാരണം എന്താ വെച്ചാൽ ഞാൻ പെട്ടെന്നൊന്നും അങ്ങനെ സാറ്റിസ്ഫൈ ആവില്ല. നല്ല ഫോട്ടോ കിട്ടണമെങ്കിൽ കുറച്ച് പാടാം. പക്ഷെ നമുക്ക് നല്ല ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അത് ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇടണം. പ്രസന്നമല്ലേ സജി? അപ്പം സ്റ്റോറി ഇടണം. അങ്ങനെ കുറച്ച് നേരം ഇരിക്കും. സദ്യ നമ്മളൊരു 12:30-1 മണിയൊക്കെ ആകുമ്പോൾ എത്തും. പക്ഷേ സദ്യയൊക്കെ കഴിച്ച് ഇന്നലെ ഏട്ടൻ്റെ അവിടെ നിന്നായിരുന്നു കേട്ടോ ഫുഡ്. അവിടെ നിന്നും പക്ഷേ ഫോട്ടോ ഒന്നും അധികം എടുക്കാൻ പറ്റിയില്ല. ഞാൻ അവിടെ നിന്ന് വ്ളോഗ് എടുക്കണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പം വിചാരിച്ച പോലെ ഒന്നും പറ്റിയില്ലായിരുന്നു. അതിൻ്റെ കൂടെ ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പം എന്താ പറയുക, അതാരാ അങ്ങനെ ഒരു ഹോയ് വിട്ടത്? രമണി, നീയാണോ ഹോയ് വിട്ടത്? താഴെ പണി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ 6 മണിയാകുമ്പം, നേരം വെളുക്കുന്ന 6 മണിയാകുമ്പം ഇവർ പണിയെടുക്കാൻ വരും. അപ്പം നമ്മൾ ഉറങ്ങുകയാവും. ഇവർ ഏതോ ഒരു മുസ്തഫ എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരാളുണ്ട് പണിയെടുക്കുക. ആ ആളെ ഇങ്ങനെ ഉറക്കെ വിളിച്ചുകൊണ്ടേയിരിക്കും, മുസ്തഫ. അതുകൊണ്ട് ഇപ്പോൾ അത് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ ചിരി വരിക. അപ്പോൾ 6 മണിക്ക് ഇത് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചെറിയ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ഞാൻ എണീക്കുന്ന ആളാണ്. അപ്പോൾ അവർ വിളിക്കുമ്പോൾ തന്നെ ഞാൻ എണീക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ചായിട്ട് ഇവിടുത്തെ സൗണ്ടും കാര്യങ്ങളായിട്ട് വേഗം നേരത്തെ എണീക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ലീവൊക്കെ ഉള്ളതെന്ന് ഞാനിവർ പ്രാവും എന്തിനാ ഇത്ര നേരത്തെ വരുന്നു എന്നുള്ളതിൽ. അവരിപ്പോൾ ഇതിലിടയിൽ കൂടെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമോ എന്നറിയില്ല. അവർ വിളിച്ചപ്പോൾ ഞാൻ ദീപികനെ നോക്കിയതാണ്. അപ്പോൾ നമ്മളെവിടെ പറഞ്ഞു നിർത്തിയത്? ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഞാൻ അത് പോസ്റ്റ് ചെയ്യണം. ഇന്നലെ ഏട്ടൻ്റെ അവിടെ, അപ്പോൾ അത് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നലെ അതേപോലെ എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സദ്യ കഴിച്ച് ഓഫീസിൽ പോയിട്ട് ഭയങ്കര ഉറക്ക ക്ഷീണം, പായസം കുടിച്ചിട്ട്. അപ്പോൾ ഇന്നിപ്പം ഞാൻ അതുപോലെ തന്നെ ആവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പോകാൻ ഒട്ടും മൂടൊന്നുമില്ല, പക്ഷെ പോയല്ലേ പറ്റും. സദ്യ കഴിക്കാനുള്ള തത്രപ്പാടിലാണോ ദീപക്ക്? എനിക്കതല്ല പ്രശ്നം, ഈ മുണ്ടൊന്നും ശരിക്കും ഉടുക്കാൻ പറ്റില്ലല്ലോ. എങ്ങനെ ഇടുന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ്. ഞങ്ങൾക്ക് കാര്യമായിട്ട് വിശക്കണില്ല, അതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ ഇതാ നമ്മളെ സദ്യ, ചോറ്, പച്ചടി, പിന്നെ നമ്മുടെ കായ, ശർക്കരപ്പേരി, അച്ചാർ, ചമ്മന്തി, മസാലക്കറി, അവിയൽ, ഉപ്പേരി, കാബേജ് ഉപ്പേരി, പപ്പടം, ഇത് പരിപ്പ് കറിയാൻ തോന്നുന്നു, പിന്നെ രസം, മോര്, 2 തരം പായസമുണ്ട്. ഒന്ന് പാലടയാണ്, ഒന്ന് ചെറുപയർ, പിന്നെ സാമ്പാർ, പിന്നെ ഇതെന്തോ ഇത് മോര് കറി, അത് നമ്മൾ ഒഴിച്ചിട്ടില്ല. പിന്നെ ഇതെന്താ സംതിങ്, ഓക്കെ. പിന്നെ പഴമുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കഴിക്കാം, ആഞ്ഞു പിടിക്കാം. പക്ഷേ വിശക്കണില്ല, ഞങ്ങൾ പുട്ടും പഴവും കുറച്ച് കഴുകിയിട്ടാണ് കഴിച്ചത് കൊണ്ട്. അപ്പം എന്തായാലും നമുക്ക് കഴിക്കാം, ഓക്കെ. അപ്പോൾ സദ്യ കഴിക്കാം കേട്ടോ. ഇതൊക്കെയാണ് നമ്മളെ വിഭവങ്ങൾ. നമ്മൾ 2 പേരേ ഉള്ളൂ. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ ഫ്രണ്ട്സിനൊന്നും വിളിച്ചില്ലായിരുന്നു കേട്ടോ. പിന്നെ അവർക്കും വർക്കിംഗ് ഡേ ആണ്. പിന്നെ അതുമാത്രമല്ല നമ്മളും ഹാഫ് ഡേ ആണ് ലീവ്. അപ്പം അത് കഴിഞ്ഞിട്ട് വർക്കിന് പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഹറിബറി ആയിരിക്കും. ഇങ്ങനെ തന്നെ മതിയെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമ്മുടെ 2 ഒരുമിച്ചുള്ള ആദ്യത്തെ വിഷുവാണ്. അത് നൈസായിട്ട് തന്നെ അടിപൊളിയായിട്ട് തന്നെ കഴിഞ്ഞു. പിന്നെ സദ്യ അടിപൊളിയായിരുന്നു കേട്ടോ. സദ്യ നമ്മളടുത്തുള്ള ഹോട്ടലിൽ തന്നെയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അടിപൊളിയായിരുന്നു. അവരെല്ലാ ഫുഡും നല്ല ഫുഡാണ്. പായസവും അടിപൊളിയായിരുന്നു. അപ്പോൾ ഗൈസ്, ഇനിയിപ്പോൾ 2:15 പോവാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് മാറണം. 3 മണിക്കാണ് ഡ്യൂട്ടി തുടങ്ങണം. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 2:40 ഇറങ്ങണം. അപ്പോൾ ദീപക്ക് ഹാഫ് ഡേ ആണ്, എൻ്റെ കൂടെ തന്നെ ഇറങ്ങണം. അപ്പോൾ യെസ്, അപ്പോൾ പോയി ഡ്രസ്സ് മാറട്ടെ. വ്ളോഗ് അത്രയ്ക്കൊന്നുമില്ല, നമ്മൾ 2 ആളും കൂടിയിട്ടുള്ള വ്ളോഗല്ലേ, അപ്പം എത്ര ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പം പോയിട്ട് ഡ്രസ്സ് മാറിയിട്ട് വരാം. സദ്യ കഴിച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഉറങ്ങല്ലേ ചെയ്യുക. പക്ഷെ എന്ത് ചെയ്യാനാ, നമുക്കിവിടെ വർക്കിന് പോയേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ഉഷാറൊന്നുമില്ല എൻ്റെ മുഖത്ത്. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യത്തെ വിഷു കഴിഞ്ഞു. ഞങ്ങൾ ഒഫീഷ്യലായി വർക്കിലോട്ട് കിടക്കട്ടെ. അപ്പോൾ ഇതാ നമ്മൾ 2 പേരും വർക്കിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. എന്താ പറയുക, നൈസായിരുന്നു വിഷു.
എന്തായാലും ലീവ് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ഹാഫ് ഡേ കിട്ടിയല്ലോ. അപ്പോൾ അതാ ഞാൻ ഓഫീസിലോട്ട് കുറച്ച് ശർക്കര ഉപ്പേരിയും അതുപോലെ കായും കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അപ്പം എന്താ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ഷോർട്ട് വ്ളോഗ് അല്ലെങ്കിൽ മിനി വ്ളോഗ് എന്നൊക്കെ പറയാം. അപ്പം നെക്സ്റ്റ് വ്ളോഗ് എന്തായിരിക്കും എന്നറിയില്ല. ചിലപ്പോൾ മോണിറ്റൈസേഷൻ ആയതിൻ്റെ ആയിരിക്കും, അല്ലെങ്കിൽ ഇത് ഇടുന്നതിൻ്റെ മുന്നേ ഞാൻ മോണിറ്റൈസേഷൻ ആയതിൻ്റെ ഇടും. പക്ഷേ അറിയില്ല, അതിൻ്റെ ഫോർമാലിറ്റി ഒക്കെ കഴിയട്ടെ എന്നിട്ട് ഇടാം എന്നുള്ള വിചാരിച്ചിട്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പം എന്താ പറയാനുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഒന്നുമില്ല, ഇനിയിപ്പം നേരെ പണിയിലോട്ട് കിടക്കും, രാത്രി വരും, കിടന്നുറങ്ങും. ഓക്കെ, അപ്പോൾ എല്ലാവരും അടിച്ച് പൊളിച്ചു വിഷു എന്ന് വിചാരിക്കുന്നു. ദുബായ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പടക്കം കാര്യങ്ങളൊന്നും, ആകെ കണി മാത്രമേ ഉള്ളൂ വിഷു സ്പെഷ്യൽ, കണി ആൻഡ് സദ്യ. പടക്കമൊന്നും നമുക്ക് ഇവിടെ മേടിക്കാനോ പൊട്ടിക്കാനോ ഒന്നും അലൗഡല്ല. അപ്പോൾ അങ്ങനത്തെ ആഘോഷങ്ങളൊന്നുമില്ല, നോർമൽ. പിന്നെ ഇവിടെ ഒഫീഷ്യൽ ലീവ് കാര്യങ്ങളൊന്നുമില്ല, കാരണം ഇവിടുത്തെ സെലിബ്രേഷനൊന്നും അല്ലല്ലോ. അപ്പം നോർമൽ ഡേ ആണ്. അപ്പം എന്തായാലും നൈസായിരുന്നു നമ്മുടെ വിഷു. നിങ്ങളെല്ലാവരും അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വ്ളോഗായിട്ട് വരുന്നതായിരിക്കും. വരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. ഒരിക്കൽ കൂടി ഹാപ്പി വിഷു ഓൾ, ബൈ. ദീപക്ക് എന്താ വരാത്ത വെച്ചാൽ ദീപക്ക് ഓടിയിട്ടുണ്ട്, ലാസ്റ്റ് ഹറിബറി ആയി, അതുകൊണ്ടാണ് വരാഞ്ഞത്. ഓക്കെ, അപ്പം ഞാൻ ഇപ്പം ഇവിടുത്തെ ഫോട്ടോസൊക്കെ വേണമെങ്കിൽ ഞാൻ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ. ടാറ്റ.